നമസ്കാരം, എല്ലാവർക്കും ബിയോണ്ട് മായയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പിന്നെയും SM-ന്റെ കൂടെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണ് ഇന്നത്തെ ടോപ്പിക്? വൈ ഡു ഹ്യൂമൻസ് സഫർ? എന്തുകൊണ്ടാണ് മനുഷ്യൻ കഷ്ടപ്പെടുന്നത്? അല്ലേ? അതെ. അപ്പൊ എല്ലാ മനുഷ്യരും ഫുള്ള് മനുഷ്യവർഗം മൊത്തം സന്തോഷത്തിന്റെ പുറകെയുള്ള ഓട്ടത്തിലാ. എന്നാലും ഇവരുടെ പുറകെ ഒരു പാമ്പിനെ പോലെ ഇങ്ങനെ കടിക്കാനായിട്ട് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണമാണ് ഇന്ന് നമ്മളത്തെ ചർച്ച. അപ്പൊ ബിയോണ്ട് മായ ഇത് ഈ വിഷയം എങ്ങനെയാണ് ഈ ബിയോണ്ട് മായയുമായിട്ട് ലിങ്ക് ചെയ്യുന്നതെന്ന് ആദ്യം നമുക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാം, അല്ലേ? അതെ. അപ്പോ ശരിക്കും മനുഷ്യന്റെ കഷ്ടപ്പാടുകൾക്ക് കാരണം മായ എന്ന മഹേന്ദ്രജാലമാണ് എന്ന് തന്നെ നമ്മള് പറയേണ്ടി വരും. മനുഷ്യൻ എപ്പോഴും എന്തോ അന്വേഷിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഒരു സമാധാനം, അല്ലെങ്കിൽ സന്തോഷം, സ്നേഹം. ശരിക്കും അത് എന്തുകൊണ്ടാ തൃപ്തിയാവാത്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എന്തുകൊണ്ടായിരിക്കും? മനുഷ്യൻ അന്വേഷിക്കുന്നത് ഒന്നുമല്ല. സ്നേഹമോ സന്തോഷമോ ആനന്ദോ സമാധാനോ ഒന്നുമല്ല മനുഷ്യൻ അന്വേഷിക്കുന്നത്. പിന്നെന്താണ്? മനുഷ്യൻ അന്വേഷിക്കുന്നത് പൂർണ്ണതയാണ്. പൂർണ്ണത. ആ പൂർണ്ണമാവാത്തോണ്ടാണല്ലോ നമുക്ക് സംതൃപ്തി വരാത്തത്. പൂർണ്ണമായി കഴിഞ്ഞാൽ നമ്മൾ സംതൃപ്തി ആയില്ലേ? കംപ്ലീറ്റ്നെസ്. അപ്പൊ മനുഷ്യൻ അന്വേഷിക്കുന്നത് ശരിക്കും സത്യത്തിൽ സമ്പത്തോ സ്വത്തോ ഇതൊന്നും അല്ല. മനുഷ്യൻ അന്വേഷിക്കുന്നത് ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ പൂർണ്ണതയാണ്. പൂർണ്ണത ഒരിക്കലും ഈ പുറത്തുള്ള സാധനങ്ങളിൽ കിട്ടൂല. ഏതില്? മഹേന്ദ്രജാലത്തിൽ പൂർണ്ണത കിട്ടൂല, മായയിൽ പൂർണ്ണത കിട്ടൂല. അതുകൊണ്ട് തന്നെ മനുഷ്യന് സംതൃപ്തിയില്ല. അതുകൊണ്ടാണ് ഒട്ടൊരു സമാധാനം. എന്ത് കിട്ടിയാലും എന്നാൽ മനുഷ്യനിൽ പൂർണ്ണത ഉണ്ട്. അത് കാണാനുള്ള ഒരു മനസ്സ് ലോകത്തൊരു മനുഷ്യർക്കും നോർമലി ഉണ്ടാവില്ല. അവനൊരു ഗ്രേസ് ഇല്ലാതെ, അവനിലോട്ട് ഒരു അനുഗ്രഹം വരാതെ അവനൊരിക്കലും ആ പൂർണ്ണതയുള്ള അവന് കാണാൻ പറ്റൂല. അവൻ എപ്പോഴും കുറവുകളുടെ പുറകെയായിരിക്കും. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് സഫറിങ്സ്, കഷ്ടപ്പാടുകൾ? മനുഷ്യന് കഷ്ടപ്പാടുകളുടെ തുടക്കം എന്ന് പറഞ്ഞത് തന്നെ അറ്റാച്ച്മെന്റിൽ നിന്നാണ്. അറ്റാച്ച്മെന്റ് എന്ന് പറയാൻ ഇപ്പൊ ചില സമയത്ത് പേടിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ രീതിയിൽ എടുത്തോളയും. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആൾക്കാരെ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലോ മലയിലോ മല കയറണം, അല്ലെങ്കിൽ എല്ലാം കുടുംബത്തെ ഒക്കെ അയ്യോ നീ ഡിറ്റാച്ച്മെന്റ്, നീ എല്ലാം ഉപേക്ഷിച്ചോന്നാണ്. ശരിക്കും അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ട്. അത് അവരുടെ വിവരക്കേടാണ്. ശരിക്കും അറ്റാച്ച്മെന്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ആഗ്രഹങ്ങളിൽ നിന്നുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് മെയിൻ ഡിസയേഴ്സ് ആണ്. ഓരോ നിമിഷവും മനുഷ്യൻ പുനർജനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? ഓരോ നിമിഷവും സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് മരിച്ചതിന് ശേഷം പുനർജനിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഓരോ സെക്കൻഡിലും പുനർജനിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? എന്തായിരിക്കും കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെ പുനർജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷത്തിലും. ആഗ്രഹങ്ങൾ എന്റെ മോനെ വളർത്തി വലുതാക്കി ഡോക്ടറാക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞുമ്പോ അതിലേട്ട് പിന്നെ പുനർജനിക്കുകയാണ് ആ ലക്ഷ്യത്തിലേക്ക്. പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള വോട്ടാണ്. അപ്പൊ ഇത് ഐഡന്റിറ്റി ആയിട്ട് ലിങ്ക് ഉണ്ടാവുമല്ലോ. 100% ഐഡന്റിറ്റിയാണ്. സമൂഹം കൊടുക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ്. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ പഠിക്കണം, പഠിച്ചു വലിയ ഉദ്യോഗസ്ഥനാവണം, ജോലി വാങ്ങണം, ജോലി വാങ്ങി പൈസ സമ്പാദിക്കണം, പൈസ സമ്പാദിച്ച് അത് മക്കൾക്കും കൂടെ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ. വിവാഹം കഴിക്കണം. പ്രായമായി കഴിഞ്ഞാൽ എല്ലാരും ചോദിക്കാൻ തുടങ്ങും, എന്റെ വിവാഹം കഴിക്കുക? അതോടുകൂടി അവന്റെ കഷ്ടകാലം ആരംഭിക്കും. അപ്പോ ഈ ചോദ്യം എല്ലാം വരുന്നത് എവിടെ നിന്നാണ്? ആഗ്രഹങ്ങളിൽ നിന്നാണ്, അല്ലെ? ഈ ആഗ്രഹങ്ങൾ ഓരോ നിമിഷവും നമുക്ക് വിചാരിക്കും, നമ്മൾ ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ വിചാരിക്കും ഈ ബന്ധങ്ങളൊക്കെയാണ് അറ്റാച്ച്മെന്റ് എന്ന് വിചാരിക്കും. ശരിക്കും ബന്ധങ്ങൾ മാത്രമല്ല അറ്റാച്ച്മെന്റ്. ഒരു ശാപം അറ്റാച്ച്മെന്റ് ആണ്. ഒരാളെ ശപിച്ചു കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് ആയി. എങ്ങനെയാണത്? ശാപം അറ്റാച്ച്മെന്റ് നമ്മൾ തിരിച്ച് വരേണ്ടി വരില്ല ശാപം തീർക്കാനായിട്ട്. അതായത് ആരാണോ ശപിക്കുന്നത് അവര് തന്നെ വേണം അത് തീർക്കാൻ. നീ നശിച്ചു പോട്ടെ എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞവൻ വന്ന് വേണം അവനെ നശിപ്പിക്കാൻ. അല്ല ദൈവം നശിപ്പിക്കൂല. അപ്പൊ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശാപമാണ്. അവൻ നശിച്ചു പോണം എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് ഒരു മനസ്സും ശരീരവും ആത്മാവും യോജിച്ചൊരു മനുഷ്യൻ ശപിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ആ ലൂപ്പിൽ വീണ്ടും പെട്ടു. അതുകൊണ്ടാണ് ശപിക്കരുത്, ആരെയും ശപിക്കരുതെന്ന് പറഞ്ഞത്. കാരണം ഇവനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആര് തന്നെ ഇവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും, അല്ലെങ്കിൽ മകനായി, ഇല്ലെങ്കിൽ മകളായി, ഇല്ലെങ്കിൽ അച്ഛനായി, ഇല്ലെങ്കിൽ അമ്മയായി, ഇല്ലെങ്കിൽ സഹോദരനായി, ഇല്ലെങ്കിൽ ബന്ധുവായി, ഇല്ലെങ്കിൽ പാർട്ട്ണറായി, ബിസിനസ് പാർട്ട്ണറായി,
ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും അയൽവാസിയായി വീണ്ടും വന്ന് ഈ ശാപം നിറവേറ്റി പോയാലല്ലേ അവനെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അവന്റെ പണിയണം, സൂത്രപ്പണി ചെയ്യണം, അവന്റെ കൂടെ കൂടണം, എന്നിട്ട് അവനെ നശിപ്പിക്കണം മൊത്തം. അപ്പൊ ശപിക്കരുത് എന്ന് പറയുന്നത് ഓരോ സെക്കൻഡിലും നമ്മൾ പുനർജനിക്കുന്നതുകൊണ്ടാണ്. ശാപം ആത്മാർത്ഥമായി ഉള്ളിൽ തട്ടി അവൻ നശിച്ചു പോണേ എന്ന് ചിന്തിച്ചാണെങ്കിൽ, അതുപോലെ തന്നെയാണ് ഒരാഗ്രഹവും. വലിയ പാട്ടുകാരനാവാൻ ഒരാൾ ആഗ്രഹിച്ചു. അയാൾ ജീവിതകാലം മുഴുവൻ അതിനു വേണ്ടി കൊടുത്തു. എന്നിട്ട് അയാള് ഒരറിയപ്പെടുന്ന ഒരു പാട്ടുകാരനായില്ല. അവസാനം ഇതേ ആഗ്രഹം കൊണ്ട് അയാള് പോവുകയാണെങ്കിൽ തീർച്ചയായും അയാൾ എവിടെയെങ്കിലും പോയി ഒരു പാട്ടുകാരനാവണ്ടേ. കാരണം അയാളെ ഭൂമിയിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു പവർ എന്ന് പറയുന്നത് പാട്ടുകാരനാകണമെന്ന ആഗ്രഹത്തിലുള്ള അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ മനുഷ്യന്റെ സകല സഫറിങ്ങുകളുടെയും ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് ആണെന്ന് പറയാം. രണ്ടാമത്തെ കാരണം ഇതിനുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഫിയർ ആണ്, പേടി. കഷ്ടപ്പാടുകളുടെ വലിയൊരു കാരണം ഈ അറ്റാച്ച്മെന്റിൽ നിന്നുണ്ടാകുന്ന ഫിയർ ആണ്. ഫിയർ എവിടെയാണ് മനുഷ്യൻ ഉണ്ടാവണത്? ഇപ്പൊ ഈ ജീവിച്ചിരിക്കുന്ന നിമിഷത്തിലല്ല ഭയം ഉണ്ടാവണത്. ഒന്നുമില്ലെങ്കിൽ കഴിഞ്ഞു പോയ ഏതെങ്കിലും കാര്യം ആലോചിച്ചിട്ടായിരിക്കും, ഇല്ലെങ്കിൽ വരാൻ പോകുന്ന ഏതെങ്കിലും കാര്യം. പ്രസന്റിനെ ആലോചിച്ച് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രസന്റിൽ ഒന്നും ഒരു മനുഷ്യന് സംഭവിക്കുന്നില്ല. അവൻ ശരിക്കും ഏത് അവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിൽ അവൻ നിലനിൽക്കുകയാണ് അവിടെ. അതിപ്പോ രോഗമുള്ള ഒരാളാണെങ്കിലും രോഗം ഇല്ലാത്ത ഒരാളാണെങ്കിലും, ബന്ധങ്ങൾ തകർന്ന ഒരാളാണെങ്കിലും, ബന്ധങ്ങൾ നന്നായി നടക്കുന്ന ഒരാണെങ്കിലും, വലിയ സമ്പന്നനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും, പ്രസന്റിൽ അവൻ ആ ഒരു സ്റ്റേജിൽ നിലനിൽക്കുകയാണ്. അവൻ അന്നേരം പ്രശ്നങ്ങളില്ല. അവന് ശരിക്കും ഇനി വരാൻ പോകുന്ന ഒരു പ്രശ്നം, ഞാൻ ഇപ്പൊ ഒരു അസുഖമുള്ള ആളുടെ ചിന്ത തന്നെയാണ് ഞാൻ മരിച്ചു പോകും, അതിപ്പോ ഫ്യൂച്ചറിൽ മരിക്കുമെന്ന്. അത് എപ്പോഴോ ചിലപ്പോൾ അടുത്ത സെക്കൻഡിലാവാം, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞാവാം. പക്ഷെ ആ വരാൻ പോകുന്ന ഒരു അടുത്ത സെക്കൻഡ് ആണെങ്കിലും അത് വരാൻ പോകുന്നതല്ലേ, വന്നിട്ടില്ലല്ലോ. അപ്പൊ ഇത് കേൾക്കുന്ന ഒരു മനുഷ്യന്, ഒരു ജീവനുള്ള മനുഷ്യനല്ലേ ഇത് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ കേൾക്കുന്ന മനുഷ്യൻ ചിന്തിക്കേണ്ടത് എനിക്ക് നാളെ വരാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ചാൽ ഞാൻ ഭയപ്പെടുന്നതാണ്. ഈ ഭയവും കഷ്ടപ്പാടിന്റെ കാരണങ്ങളാണ്. ഓരോ മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഈ ഭയങ്ങൾ, വരാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ മക്കളെ കുറിച്ചുള്ള ഭയം, സമ്പത്തിനെ കുറിച്ചുള്ള ഭയം, മരണഭയം, ഈ ഭയങ്ങളെല്ലാം മനുഷ്യന്റെ കഷ്ടപ്പാടിന്റെ കാരണമാണ്. ഫിയറും അറ്റാച്ച്മെന്റും രണ്ട് കാരണം പിന്നെയും ഉണ്ട്. ഒരു കാരണം ഐഡന്റിറ്റിയാണ് മനുഷ്യന്റെ. ഐഡന്റിറ്റി ഐഡന്റിറ്റി നിലനിർത്താൻ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെടുന്ന എന്തോരം ആൾക്കാരുണ്ടെന്നറിയാം. അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ഇത് പുറത്ത് ആരെങ്കിലും അറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം ഒളിപ്പിച്ചു വെക്കും, അല്ലേ? അതിന്റെ കാരണം എന്നാ? ഐഡന്റിറ്റിയാ, അല്ലേ? മറ്റുള്ളവരെന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഐഡന്റിറ്റി മോശമാവും. ഇത്രയും നാളും അവൻ നല്ല ആളായിരുന്നു, അവൻ നല്ല, അപ്പൊ അവന്റെ വീട്ടിലൊരു മോശം കാര്യം സംഭവിക്കണ്ടെങ്കിൽ ഇവനും മോശമാണെന്ന് നാട്ടുകാർ കരുതും. ഇപ്പൊ വീട്ടില് നമ്മുടെ ഇപ്പം മക്കളും എല്ലാരും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല. ചില മക്കള് മദ്യപിക്കുന്നവരുണ്ടാവും, ചിലർ മയക്കുമരുന്നിന് അടിമയുണ്ടാവും, ചിലര് നല്ല മക്കളുണ്ടാവും, ചിലര് നല്ല മക്കളെന്ന് പുറത്ത് കാണിക്കുന്നുണ്ടാവും, പക്ഷെ വീട്ടില് അച്ഛനെ അമ്മേനെ നോക്കണ്ടാവില്ല. ഇതൊന്നും ആരും അറിയരുന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു വലിയൊരു കോട്ട ഇവരെ ചുറ്റും പണിത് കെട്ടും. ഇത് എവിടെയെങ്കിലുമൊക്കെ പൊളിയുമ്പോ ഇവരാകെ താർന്നു. ആരെങ്കിലും ഒരു ബന്ധു വന്നു, അതറിഞ്ഞു, ഉടനെ ആകെ എല്ലാം ഭയപ്പാടിലായി. പിന്നെ ഈ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നതും. ഇപ്പൊ ഒരാള് വലിയൊരു എന്റെ മക്കള് വിജയിച്ചില്ലെങ്കിൽ ഞാൻ എന്തോ പരാജയപ്പെട്ടു എന്നൊരു തോന്നല് സമൂഹം മനുഷ്യർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഈ മകനെ എങ്ങനെ, അല്ലെങ്കിൽ മകളെ എങ്ങനെയെങ്കിലും ഡോക്ടറോ അതാണല്ലോ ഒരു ഇപ്പോഴത്തെ ആളുകളുടെ ഈ വലിയ ഇതെന്ന് പറഞ്ഞ IAS IPS ഡോക്ടർ എഞ്ചിനീയർ CA ഇങ്ങനെയുള്ള വലിയ വലിയ പിക്ചറാണ് കൊടുത്തേക്കണത്. അതാക്കാൻ വേണ്ടിയിട്ട് കിടന്ന് പെടാപ്പാട് പെടും. ഇത് മനുഷ്യന്റെ കഷ്ടപ്പാടിന്റെ കാരണമാണ്. എല്ലാ കഷ്ടപ്പാടിന്റെ ഒരു കാരണമാവാൻ ഈ മായകളാണ്. മായകളെല്ലാം അതാണ് ബിയോണ്ട് മായയുടെ ഒരു പവർ എന്ന് പറഞ്ഞത്. നമ്മൾ ഈ മായയിൽ നിന്ന് എപ്പോൾ പുറത്തു വരുന്നുവോ, ഐഡന്റിറ്റി, ഫിയർ, അറ്റാച്ച്മെന്റ് പോലെയുള്ള മായയിൽ നിന്ന് എന്ന് മനുഷ്യൻ അവന്റെ യാഥാർത്ഥ്യത്തിൽ, യഥാർത്ഥ മനുഷ്യന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നാട്ടുകാരെന്ത് പറഞ്ഞല്ല, കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയൊക്കെ കുറെയൊക്കെ ഈ ഐഡന്റിറ്റി വിട്ട ആളുകളാണ്. ഏത് ഐഡന്റിറ്റി? എല്ലാം വിട്ടിട്ടില്ല, ഈ ഐഡന്റിറ്റി, അതായത് നാട്ടുകാർ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ഐഡന്റിറ്റി ന്യൂ ജനറേഷനിൽ അത്രയില്ല. പിള്ളേരില്ല. ആള് വിചാരിച്ചാൽ ആ ഒരു ഐഡന്റിറ്റി ഇത് അവർ വിട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലും ഈ പറയുന്ന ഫിയർ കിടക്കുന്നുണ്ട്. നാളെ ഞാൻ എന്താവും,
എല്ലാരും വലിയ വലിയ ഉദ്യോഗസ്ഥർ, ചിലർ ഭയങ്കര റീൽസ് ചെയ്യണു, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്. എനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? അപ്പൊ അവിടെ അവരുടെ ആ ഭയം ഉണ്ടാവുകയാണ് അവിടെ. അതങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇപ്പം ശരിക്കും യേശു വിളിച്ചത് ആരെയാണ്? യേശുവിന്റെ ഒരു ഇതുണ്ട്, നമ്മൾ അത് ഭയങ്കര ഒരു അത്ഭുതകരമായ ഒരു സംഭവമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ വരുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു വിളിക്കുന്നത്. ശരിക്കും ഈ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആരാണ്? അധ്വാനിക്കുന്നവര് ഈ നമ്മൾ നേരിട്ട് കാണുമ്പോ എങ്ങനെയാണ് അധ്വാനിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വണ്ടി വലിക്കുന്നവര്, ചുമടെടുക്കുന്നവര്, വലിയ ബുദ്ധിമുട്ടുള്ള നല്ല പണിയെടുക്കുന്ന പണിയെടുക്കുന്ന ആളുകൾ. ഭാരം ചുമക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചുമന്നോണ്ട് ശരിക്കും അവരെ അല്ല യേശു വിളിച്ചേക്കുന്നത്. അത് എൻറ്റയർലി ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്ന് വിളിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ സഫറിങ്സ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെയാണ്. അങ്ങനെ ഈ ഐഡന്റിറ്റി ചുമക്കുന്നവരെ വരുവിൻ. ഭാരം വലിയൊരു ഭാരമാണ് അവർ ചുമക്കണത്. ഐഡന്റിറ്റി എന്ന വലിയൊരു ഭാരം തല ചുമന്ന് കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ഒരു സിംബോളിക് സ്റ്റേറ്റ്മെന്റ് 100% സിംബോളിക്. അത് സ്പിരിച്വലാറ്റി. യേശു വന്നത് എന്തിനാണ്? ആൾക്കാർക്ക് ഭാരം ജോലി കുറയ്ക്കാൻ അല്ലോ, സ്പിരിച്വലി ഉയർത്താനല്ലേ വന്നത്. അപ്പോ സ്പിരിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും ആത്മാവിനോടാണ് സംസാരം. ആ സ്പിരിച്വലായ സംസാരത്തെ എല്ലാവരും എടുത്തത് എങ്ങനെയാണ്? ബോഡി കണ്ടീഷൻ. കാരണം ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാര് അതിനെ അവരുടെ മുദ്രാവാക്യമായിട്ട് എടുത്തു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും വരുവിൻ എന്ന് പറഞ്ഞ് യേശു ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞു. ശരിക്കും അവരും എടുത്തിട്ടുള്ളത് ആ ഒരു ബോഡി കൺസെപ്റ്റിനെയാണ്. ശരിക്കും ആ അധ്വാനിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐഡന്റിറ്റി കൊണ്ട് ഐഡന്റിറ്റിയുടെ ഭാരം ചുമക്കുന്നവർ, അറ്റാച്ച്മെന്റിന്റെ അധ്വാനം ചെയ്യുന്നവർ, അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട്, ഈ പറയുന്ന അറ്റാച്ച്മെന്റിനെ നിറവേറ്റാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവർ. നോക്കിയ മരണം വരെ മനുഷ്യൻ അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഐഡന്റിറ്റിയുടെ ഭാരം ചുമന്ന് ജീവിക്കുകയാണ്. അറ്റാച്ച്മെന്റിനും ഫിയറും ഇതിനുള്ള അവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അതിൽ നിന്നാണ് വിടുതൽ വേണ്ടത്, അതിൽ നിന്നാണ് മോക്ഷം വേണ്ടത് മനുഷ്യന്, അല്ലേ? അതാണ് യാഥാർത്ഥ്യം. ഇതിന്നിപ്പോ ഈ സഫറിങ്, ഇതിന്നൊരു എസ്കേപ്പ് ഇല്ലേ? 100%. ഏത് സെക്കൻഡിലും മനുഷ്യന് ഇതിന് എസ്കേപ്പ് ആവാം. ചോദിക്കാൻ എങ്ങനെയാ? ഈ നിമിഷം മനുഷ്യന് എസ്കേപ്പ് ആവാം. ഈ നിമിഷം മനുഷ്യന് എസ്കേപ്പ് ആവാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചുറ്റും ഒരു ജയിലുണ്ട് എന്ന് ആദ്യം തിരിച്ചറിയണം എന്നാണ്. അജ്ഞാനം, അജ്ഞത എന്നൊരു ജയില് നമുക്ക് ചുറ്റും, ഈ അറ്റാച്ച്മെന്റിലും ഫിയറിലും ഐഡന്റിറ്റിയിലും അടിസ്ഥാനമാക്കിയുള്ള ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ജയിലിനകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതാണ് മായ എന്ന് പറയുന്ന ജയിൽ. ആ ജയിലിൽ നിന്നും പുറത്തു കടക്കാനാണ് വേദങ്ങളും ഉപനിഷത്തുകളും ഖുറാനും ബൈബിളും ഗീതയും എല്ലാം മനുഷ്യനോട് പറയുന്നത്. നിങ്ങൾ ഈ കാണുന്ന മായ ആകുന്ന ലോകത്ത് നിന്ന് ഒന്ന് പുറത്തു കടക്കാനാണ്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ സഫറിങ്സ് തീർന്നു. ഇപ്പൊ മായ എന്ന ലോകത്ത് നിന്ന് എങ്ങനെ പുറത്തു കടക്കാന്നൊരു ചോദ്യം ഉണ്ടാവും, അല്ലേ? ചോദിക്കാൻ എങ്ങനെ പുറത്തു ചാടാം, എങ്ങനെ ഇതിൽ നിന്നും പുറത്തു കിടക്കാം? ഇതിന് ഒരുപാട് വഴികളുണ്ട്. പക്ഷെ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചുണ്ടാക്കുന്ന അറിവോ, അല്ലെങ്കിൽ ഏതെങ്കിലും ജ്ഞാനം നേടുന്നതോ, അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചുണ്ടാക്കുന്ന അറിവിലൂടെ ഒന്നും ഇത് പുറത്തു കിടക്കാം. ഇൻഫോർമേഷനിലൂടെ ഇത് പുറത്തു കിടക്കാൻ കഴിയില്ല. ഇൻഫോർമേഷനിലൂടെ ആർക്കും ഇതിന്ന് പുറത്തു കിടക്കാൻ കഴിയില്ല. ഇതിൽ നിന്ന് ആകെ പുറത്തു കിടക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഫോക്കസ്, ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളത്. ഇനി ആരോടും നമ്മൾ ഒരു വ്യവഹാരത്തില്, നമ്മളിവിടെ ജീവിക്കുന്ന മുഴുവൻ ഒരു വ്യാപാരമാണ്, അല്ലെ? എല്ലാം നമ്മൾ കൊടുക്കലും വാങ്ങലുമാണ്. ട്രേഡിംഗ് ആണ്. നമ്മൾ കൊടുക്കുക, വാങ്ങാതിരിക്കുക. ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള ഏറ്റവും ഈസി വേ വാങ്ങാതിരിക്കുക, തിരിച്ചു വാങ്ങാതിരിക്കുക, കൊടുക്കുക. അപ്പൊ നമ്മൾ ചോദിക്കും, അങ്ങനെ എങ്ങനെയാ ജീവിക്കാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യവഹാര തലത്തിൽ കൊടുക്കൽ വാങ്ങലുണ്ടാവും, പക്ഷെ ആത്മീയ തലത്തിൽ കൊടുക്കൽ മാത്രം ഉണ്ടാക്കുക, സൂക്ഷ്മതലത്തിൽ കൊടുക്കൽ മാത്രം ഉണ്ടാക്കുക. അതെങ്ങനെ ചെയ്യാൻ പറ്റും? കൊടുക്കുക, വാങ്ങാതിരിക്കുക. കൊടുക്കുക, തിരിച്ചിങ്ങോട്ട് വാങ്ങാതിരിക്കുക. ആത്മീയ തലത്തിൽ നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും? ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുമ്പോ നമുക്ക് അത് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ഒന്നും പ്രതീക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരാളോട് നമുക്ക് അസൂയ ഉണ്ടാവും? ഇല്ല. അസൂയ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ വരും. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് നല്ലതാണെങ്കിൽ, നന്മയാണെങ്കിലോ, ആരും തിരിച്ചൊന്നും തന്നില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ തെറ്റാണ് അങ്ങോട്ട്, അസൂയ, കുശുമ്പ്, കുന്നായ്മ, കുനിഷ്ട്, ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിലോ,
സ്വാഭാവികമായിട്ടും തിരിച്ചു അതിന്റെ കിട്ടും. തിരിച്ചു കിട്ടും. റിട്ടേൺസ് വരും. അപ്പൊ അതിനാണ് ജാഗ്രത, അതിനാണ് ഫോക്കസ്. നമ്മുടെ ഓരോ ഓരോ നമ്മുടെ സംസാരത്തിലും, ഓരോ വാക്കുകളിലും, ഓരോ ചിന്തകളിലും, ഓരോ പ്രവൃത്തികളിലും അതിന് തൊട്ടു മുമ്പുള്ള ഒരു ഫോക്കസ്, ശ്രദ്ധ. എന്താണ് ഞാൻ പറയാൻ പോകുന്നത്? എന്താണ് ഞാൻ ചിന്തിക്കാൻ പോകുന്നത്? നല്ലൊരു മനുഷ്യൻ ഒരാളെ കുറിച്ച് മോശം ചിന്തിക്കുവോ? നമ്മൾ മോശമാവുമ്പോഴല്ലേ ചിന്തിക്കണത്. അതെ. അപ്പൊ ആ മോശമാവുന്ന സാഹചര്യം നമ്മുടെ ശ്രദ്ധക്കുറവല്ലേ? ശ്രദ്ധ ഉണ്ടെങ്കിൽ നമ്മൾ മോശമാവും. ശ്രദ്ധ ഉണ്ടെങ്കിൽ മോശമാവില്ല. അത് 24 hours നമുക്ക് ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്ക് മോശമാവാൻ ഇല്ല, പറ്റില്ല. പക്ഷെ ആ ശ്രദ്ധ നല്ലൊരു ശ്രദ്ധ ആയിരിക്കണ്ടേ, നല്ല രീതിയിലുള്ള ഫോക്കസ് ആണെങ്കിൽ. അതെ, നമ്മൾ എന്താണ് പറയുന്നത്, എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്നതിന് തൊട്ടു മുമ്പിൽ ഫോക്കസ് എന്നൊരു സാധനം ചേർത്ത് കഴിഞ്ഞാൽ, അതാണ് പണ്ടൊക്കെ ആളുകൾ പറയാറുണ്ട്, ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നീ 1000 വട്ടം ചിന്തിക്കണം. 1000 വട്ടം ചിന്തിക്കണ്ട, ഒറ്റ പ്രാവശ്യം. അതിപ്പോ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് അങ്ങനെ തന്നെയാണല്ലോ. എല്ലാത്തിനും മുമ്പ് കട്ടിയായിട്ട് തോട്ട് തിങ്കിങ്ങിൽ ഫോക്കസ് കഴിഞ്ഞിട്ട് മാത്രമേ ഡിസിഷൻ എടുക്കാവുള്ളൂ. പ്രത്യേകിച്ചും നമ്മൾ ഈ പ്രപഞ്ചവുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് വേണം എന്ത് കാര്യത്തിനും നമ്മൾ തീരുമാനം എടുക്കാൻ. അപ്പൊ പ്രപഞ്ചവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ദൈവം, ഈശ്വരൻ, അള്ളാഹു എന്നൊക്കെ വിളിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് സംസാരിക്കാൻ. ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോലും ചില ആളുകൾക്ക് സംശയം ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞ ഒരു കമന്റ് പറഞ്ഞില്ലേ, നമ്മള് കാണാപ്പാടം വഴി. കാരണം ഞാൻ ഓരോന്നും സംസാരിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് നിർത്തി ആലോചിച്ചാണ് പറയാറുള്ളൂ. മുമ്പ് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇത് ഞാൻ പറയേണ്ടതാണോ എന്നാണ് ഞാൻ ആലോചിക്കേണ്ടത്. വിഷയവും. അപ്പൊ അതാണ് കണക്ഷൻ എന്ന് പറഞ്ഞത്. ദൈവവുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോക്കസ് ആണ്. 24 മണിക്കൂർ നമ്മൾ കണക്ഷനിലാണ്. 24 മണിക്കൂറും നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്, റിലേഷനിലാണ്. അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വലാത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ, റിലേഷൻഷിപ്പിലാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് നമ്മൾ എപ്പോഴും ദൈവികമായിട്ട് ആലോചിച്ച്. എന്നാലും ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് വീഴ്ചകൾ പറ്റാം. പക്ഷെ ആ വീഴ്ചകളിൽ നമ്മൾ തിരിച്ചു വാങ്ങാം. ഇപ്പം ചില അവധൂതന്മാരുണ്ട്. അവധൂതന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ നോർമൽ ജീവിതമായിരിക്കും. ചിലപ്പോൾ ഒരാൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോടാ എന്ന് പറഞ്ഞിട്ടൊക്കെ വഴക്കൊക്കെ പറഞ്ഞ് ഓടിക്കും. പക്ഷെ സത്യത്തിൽ ആ പോടാന്ന് പറയുന്നതിൽ അവർ തിരിച്ചു വാങ്ങുന്നില്ല മറ്റവരുടെ കയ്യിൽ നിന്നൊന്നും. കാരണം ഈ അവരുടെ പോടാ കേൾക്കുമ്പോൾ ഈ കേൾക്കുന്നവന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാലും അവൻ ഇയാൾക്ക് എന്തെങ്കിലും പറ്റട്ടെ എന്ന് ചിന്തിക്കൂല. കാരണം അയാൾക്കൊന്നും പറ്റാനില്ല. അയാൾ എന്തെങ്കിലും ഒരു ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിൽ നിന്നിട്ടായിരിക്കും ഈ പറയണം. ഇനി ഇയാൾക്ക് എന്നാ പറ്റാനാന്ന് വിചാരിച്ചിട്ട് അവൻ പോയി. അപ്പൊ അവിടെ റിട്ടേൺ വാങ്ങുന്നില്ല. എന്നാൽ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ എടാ നീ എന്നെ ഇതാക്കിയോ, ഇവൻ നശിച്ചു പോട്ടെ എന്ന് ചിന്തിക്കും. അവധൂതന്മാർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും പോവാനില്ല. അപ്പൊ ഈ കൊടുക്കൽ വാങ്ങൽ വ്യവഹാരത്തിലാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നിൽക്കുന്നത്. അതാണ് ശരിക്കും സഫറിങ്ങിന്റെ കാരണം. ഈ 3 അറ്റാച്ച്മെന്റും, ഫിയറും, ഐഡന്റിറ്റിയും കാത്തു സൂക്ഷിക്കാനുള്ള അധ്വാനവും ഭാരം ചുമക്കലും, അതോടൊപ്പം നമ്മളിപ്പോ പറഞ്ഞ പോലെ ഒരു മനുഷ്യന് ഒന്നും നഷ്ടപ്പെടാൻ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള തോന്നലും. പ്രതീക്ഷിക്കാതിരിക്കുക. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ മനുഷ്യന്റെ കഷ്ടപ്പാടുകൾക്ക് വിട നമുക്ക് കൊടുക്കാൻ കഴിയും. ഞാനൊരു കോട്ട് കണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. ഈ കോട്ടിൽ എന്താ വെച്ചാൽ, ആൾക്കാര് 20 വർഷം പണിയെടുത്ത് ഒരു ലാഡർ ചവിട്ടി കയറും. കയറി കഴിഞ്ഞിട്ടാണ് ഇവർ 20 വർഷം കഴിഞ്ഞിട്ട് കുറെ പൈസ ഉള്ളതെന്ന് വിചാരിക്കണേ, കൂടെ കുറെ സഫറിങ് കൊണ്ടാണ് പോയത്. എന്നിട്ട് ഈ 20 വർഷം കഴിഞ്ഞിട്ട് ഈ ലാഡറിന്റെ മുകളിൽ നിൽക്കുമ്പോഴും ഇവർ ഇപ്പോഴും എംപ്റ്റി ആകത്ത്. കുറെ ലക്ഷക്കണക്കിന് പൈസയും കുറെ ബോട്ടും വീടുകളെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഇവർ സ്റ്റിൽ ദേ ആർ എംപ്റ്റി. അതിന്റെ ഒരു കാരണം? ആ കാരണമാണ് നമ്മൾ ഇന്ന് തുടങ്ങി വെച്ചപ്പോൾ സംസാരിച്ച പൂർണ്ണതയില്ലായ്മ. ഒരു മനുഷ്യൻ എന്തിനൊക്കെ വേണ്ടിയാ ഓടുക? സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഓടും, അല്ലെ? കുറേ സമ്പത്ത് ഉണ്ടാക്കും. കുറേ സമ്പത്ത് ഉണ്ടായി കഴിയുമ്പോ അവന് അത് നിൽക്കുവോ? ഇല്ല. അവന് പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും ആഗ്രഹം. എനിക്ക് ലോകം മൊത്തം ചുറ്റണമെന്നതോ. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിൽക്കുവോ? ഇല്ല. അടുത്ത വേറെ എന്തെങ്കിലും ഒരു ഡിസയർ ആരംഭിക്കും. ഈ
ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന മനസ്സിന്റെ പ്രത്യേകതയാണ്. ഈ മനസ്സ് ഒരിക്കലും ഈ ആഗ്രഹങ്ങൾ നിർത്തുന്നില്ല. നമ്മൾ ഈ ചില പട്ടി, നായ ഇങ്ങനെ കണ്ടിട്ടില്ലേ? ഈ അതിന്റെ വാലെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ അതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, കറങ്ങിക്കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ചിലപ്പോ അത് അതിന് വേണ്ടിയിട്ട് ഓടുകയൊക്കെ ചെയ്യും. ഓടിയിട്ട് കിടന്ന് കറങ്ങും. ഉം. എന്നാലും അതിന് കിട്ടൂല. ഉം. ഇതുപോലെയാണ് ശരിക്കും മനുഷ്യന്റെ മനസ്സിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞത്. എത്ര വലിയ ഉയരത്തിൽ നിന്നാലും അവന് പൂർണ്ണത ഉണ്ടാവില്ല. ഉം. എല്ലാം സമ്പാദിച്ചാലും, മക്കളെല്ലാം വലിയ നിലയിലായാലും, ഒരുപാട് പണം ഉണ്ടാക്കിയാലും, എല്ലാ റിലേഷനും ഓക്കെയാണ്, ആരോഗ്യം ഒക്കെ ആണെങ്കിലും ആൾക്ക് പൂർണ്ണത ഉണ്ടാവില്ല. ഒരു എംപ്റ്റിനെസ് ഉണ്ടാവും. എംപ്റ്റിനെസ് ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ മനുഷ്യന്റെ ഉള്ളിൽ ഞാൻ പൂർണ്ണനല്ല എന്നൊരു ബോധം ആരോ കുത്തിവെച്ചു കൊടുത്തിട്ടുണ്ട്. അത് ജനിക്കുമ്പോ തന്നെ അങ്ങനെ കുത്തി. ജനിക്കുമ്പോ തന്നെ ഇല്ല, ജനിച്ചതിന് ശേഷമാണ്. ആ ഓക്കെ. ജനിക്കുമ്പോ എല്ലാവരും അവർക്കതൊന്നും ഒരു പ്രശ്നമല്ലോ. എല്ലാവരും ഒരുപോലെ പൂർണ്ണതയിലാണ് മനുഷ്യൻ ജനിക്കുന്നത്. ജനിച്ചതിന് ശേഷം, അതായത് ഇപ്പം ബുദ്ധിമാന്യോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പം ജനിക്കുമ്പോ തന്നെ ഭ്രാന്തായി ജനിക്കുന്ന കുട്ടിയുണ്ട്, ജനിക്കുമ്പോ തന്നെ ബുദ്ധിമാന്യത്തോടു കൂടി ജനിക്കുന്ന കുട്ടിയുണ്ട്, ജനിച്ചു വീഴുമ്പോ തന്നെ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ ഒരു പെർസെന്റേജേ ഉള്ളൂ. ബാക്കി ഭൂരിപക്ഷം പേരും ജനിക്കുന്നത് ഒരുപോലെയാ. പാവപ്പെട്ടവന്റെ വീട്ടിലായാലും പണക്കാരന്റെ വീട്ടിലായാലും എവിടെയായാലും ജനിച്ചു വീഴുന്നത് ഒരുപോലെയാണ്. ഇവർക്ക് എന്തോ കുത്തിവെച്ച് കൊടുക്കും. ഇവർക്ക് കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഇലാമാ പഴം അരച്ച് കലക്കി വയറൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതോടുകൂടി ഇവരുടെ കണ്ണ് നഷ്ടപ്പെടുവാണ്. നമ്മൾ ഇലാമാപ്പഴം ഗുരു സിനിമയിൽ കണ്ടിട്ടില്ലേ? മോഹൻലാല് പിന്നെ അതിനു മുമ്പ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോ തന്നെ അവരൊരു അരച്ച് കലക്കി. ഈ സാധനം കലക്കി എല്ലാവർക്കും കൊടുക്കണം. ഈ സാധനം കൊടുക്കുമ്പോഴാണ് എനിക്ക് കണ്ണറിയില്ല എന്നൊരു ബോധം, അതായത് എന്തോ ഒരു കുറവുണ്ട് എന്നൊരു ബോധം, അത് മക്കളിൽ എല്ലാരും കുത്തിവെച്ചു കൊടുക്കാറുണ്ട്. നമുക്കത് പറ്റൂല, നമുക്കത് കഴിയൂല എന്നാണ് മക്കളോട് പലപ്പോഴും പറയാറ്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ബോധം ഓൾറെഡി എല്ലാ മനുഷ്യരുടെ ഉള്ളിലും കുത്തിവെച്ചു കൊടുക്കുന്നുണ്ട്. എന്ത് കഴിയൂല എന്നാ ഇവര് പറയണത് ഈ ഒരിക്കലും നേടാൻ പറ്റാത്ത കാര്യങ്ങൾ കഴിയൂല എന്നാ പറഞ്ഞത്. സമ്പത്ത് ഉണ്ടാക്കണ കാര്യം, അല്ലെങ്കിൽ വലിയ സാധനങ്ങൾ വാങ്ങുന്ന കാര്യം, അതൊക്കെയാണ് ഇവർക്ക് പറ്റൂല എന്ന് പറയണത്. ശരിക്കും ഇതെല്ലാം പറ്റുന്നതാണ് മനുഷ്യന്. ചെറുപ്പം മുതലേ അവന്റെ ശക്തിയെ മനസ്സിലാക്കി മനുഷ്യന് തിരിച്ചറിവിലൂടെ ആണ് അവന് വളർത്തുന്നുണ്ടെങ്കിൽ അവൻ ഈ ലോകത്തെല്ലാം അവന്റെയാ. പിന്നെ ഒന്നും നേടേണ്ട ആവശ്യമില്ല. ഈ നായയുടെ കാര്യം പറഞ്ഞിട്ട് മനസ്സിലായത്, പട്ടി ഇങ്ങനെ കറങ്ങി കറങ്ങി ഓടുന്ന വാലിന്റെ പുറകെയല്ലേ? ആ നായയുടെ ബാക്കി തന്നെയാണല്ലോ വാലുള്ളത്. അതുപോലെ മനുഷ്യരുടെ ഉള്ളിൽ തന്നെയാണല്ലോ എല്ലാം ഉള്ളത്. കറക്റ്റ്. ഈ മനുഷ്യനും ഓടുന്നത് ആ സ്വന്തം പുറകെ ഉള്ളിലുള്ള തന്നെയാ. ഇതിന്റെ പുറകെ അത് തന്നെ. ഓടിപ്പോയൊക്കെ ഒരു അമേരിക്ക, ദുബായ് എല്ലാം കറങ്ങി കറങ്ങി ലാസ്റ്റ് തിരിച്ചാ ലാസ്റ്റ് തിരിച്ച് അവന്റെ ഉള്ളിൽ ഉള്ളിലേക്ക് തന്നെ തന്നെയാണുള്ളത്. വരും. അത് മനസ്സിലാവണം. അത് മനസ്സിലാവുമ്പോ അവൻ ഓട്ടം നിർത്തും. ഓട്ടം നിർത്തിയിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ചിന്തിക്കാൻ തുടങ്ങുന്നിടത്താണ് അവന്റെ വിജയം. അപ്പം മാത്രമേ ഞാൻ ആരാന്നുള്ള ചിന്ത അവന്റെ മനസ്സിലുണ്ടാവുള്ളൂ. അതുവരെ അവൻ ഞാൻ ആരാണെന്നുള്ള ചിന്ത ആയിരിക്കൂല, ഞാൻ എന്ത് നേടണം എന്ന ചിന്തയിലായിരിക്കും. വിജയിക്കണം. നായക്കുള്ളിൽ വിജയിക്കണം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയ, ചെറുപ്പം തൊട്ട് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്നാ? വിജയിക്കണം, സമ്പത്തിൽ വിജയിക്കണം, റിലേഷനിൽ വിജയിക്കണം, ആരോഗ്യത്തിൽ സ്റ്റാറ്റസിലും എല്ലാത്തിലും വിജയിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ആരാണെന്നുള്ള ചോദ്യം എനിക്ക് ജീവിതത്തിൽ ഉണ്ടാവുമോ? വിജയിക്കണം എന്നുള്ള ചിന്തയിൽ മരിക്കുന്നത് വരെ ഞാൻ വിജയിച്ചില്ല എന്നുള്ള തോന്നലേ ഉണ്ടാവും. തല കുത്തി വെച്ച് കൊടുക്കുക. മാതാപിതാക്കള് മക്കള് വലുതായിരിക്കുമ്പോ പറഞ്ഞ നോക്ക, അതായത് ചുമ്മാ കഥ പറയും മാതാപിതാക്കള്. അതായത് ഇപ്പൊ ഒരു നാട്ടിൽ ഒരുത്തൻ ഭയങ്കര കാശൊക്കെ ഉണ്ടാക്കി വലിയ ബിൽഡിംഗ് ഒക്കെ പണിത് നോട്ടിക്കോ, ചുമ്മാ ഈ മാതാവും ഇപ്പൊ ആ ഉണ്ടാക്കാത്ത ആളുകളുടെ മാതാവും പിതാവും എന്ത് ചെയ്യും? അവരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ഈ കഥ. ഇന്ന ആള് അറിഞ്ഞാർന്നോ, അവൻ അവിടെ 5 ഏക്കർ സ്ഥലം വാങ്ങി വലിയ അപ്പൊ എന്റെ മകൻ അതായില്ല എന്നുള്ള, ആ വിജയിച്ചില്ല എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ പ്രായമായ മാതാപിതാക്കളുള്ളത്. അതുകൊണ്ടാണ് അവർ മറ്റൊരുടെ കഥ പറഞ്ഞത്. അവൻ 5 ഏക്കർ സ്ഥലം വാങ്ങി അവിടെ വലിയ ബിൽഡിംഗ് പണിതു, അവിടെ വാടകയ്ക്ക് കൊടുക്കാൻ കുറെ കെട്ടിടങ്ങൾ പണിതു എന്നൊക്കെ പറഞ്ഞ, ശരിക്കും എന്റെ മകൻ ഇപ്പോഴും വിജയിച്ചിട്ടില്ല എന്ന് ആ മകനോട് പറയണേന് തുല്യമാണ് മറ്റവൻ വാങ്ങിയ സ്ഥലം. അതൊരു വിജയമാണ്. അവനും മരിച്ചു, നമ്മളും മരിച്ചു. അപ്പൊ എവിടെയാണ് ഈ വിജയം? വിജയം ഇപ്പോഴെല്ലാരും സമ്പത്തിന്റെ ഇതിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നേടുന്നതിലാണ് അല്ലെ? വിജയിക്കുന്നത്. ഈ ലൈഫിൽ ബോഡി വെച്ചിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും കൂട്ടിയാണ് വിജയം എന്ന് കാൽക്കുലേറ്റ് ചെയ്യണത്. ശരിക്കും വിജയം അതാണോ? അതല്ല, എന്തായാലും അതല്ല. ഒരു പൂർണ്ണത വരുമ്പോഴല്ലേ വിജയം ഉണ്ടാവുള്ളൂ. ഒരു കംപ്ലീറ്റ്നെസ് വേണം. കംപ്ലീറ്റ്നെസ് അറിയണമെന്നുണ്ടെങ്കിൽ
ഒരു മനുഷ്യൻ ഇന്ന് പ്രകൃതി വ്യത്യാസമൊക്കെ വന്നു. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷമുള്ള മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർലി മാറി. മനുഷ്യൻ ഈ മരണം എന്ന് പറഞ്ഞത് ഏത് സമയത്തും വന്നെത്താമെന്ന് പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞത് ഈ കൊറോണ വന്നതിന് ശേഷമാണ്. അപ്പൊ ഇവരെന്ത് ചെയ്തു? എല്ലാവരും കൈ കിട്ടുന്ന പൈസ കൊണ്ട് നല്ല ഫുഡും നല്ല വസ്ത്രവും നല്ല ടൂറൊക്കെ പോകാൻ തുടങ്ങി. കണ്ടില്ലേ, കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ഹോട്ടലുകൾ, ടൂർ ഏജൻസികളുടെ ബഹളം. എല്ലാം നല്ലതാണ് ചെയ്യണത്. പിന്നെ മോട്ടിവേഷൻ, വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ, EFT, അവിടെ കുത്തി വിജയിക്കാം, ഇവിടെ കുത്തി വിജയിക്കാം, കുറെ നേരം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച് വിജയിക്കാം. ഇപ്പൊ പ്രത്യേകതരം ഈ ആരാധനകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ഇപ്പം ഈ മുസ്ലിങ്ങളൊക്കെ നമസ്കരിച്ചുകൊണ്ടിരുന്ന രീതിക്കൊക്കെ ഇപ്പൊ മാറ്റം വരുത്തി. ഇപ്പൊ ഇരുന്നിട്ട് കണ്ണടച്ചിരുന്നൊക്കെ അങ്ങനെ പല രീതികൾ തുടങ്ങിയിട്ടുണ്ട്. പല ധ്യാനങ്ങള്, ആസ്ട്രൽ പ്രൊജക്ഷൻ, ആക്സസ് ബാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ എത്ര എണ്ണം വന്നേക്കണത്. എല്ലാവരും, അതായത് ഈ പ്രകൃതി ഞാൻ ആരാണ് എന്ന ബോധം മനുഷ്യന്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താണ്. ആദ്യം ഫുഡിന്റെ പുറകെ പോയി, അത് കഴിഞ്ഞ് ടൂറിന്റെ പുറകെ പോയി, അതൊക്കെ പോയി കഴിഞ്ഞ് ഇപ്പൊ ഏത് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചാലും ആൾക്കാർക്ക് ഒരു ടേസ്റ്റ് ഇല്ല. 5 സ്റ്റാർ ഹോട്ടലിൽ പോയി വരെ ഫുഡ് കഴിച്ചു നോക്കണ്ട്, ടേസ്റ്റ് ആ ഒരു രസം ഇങ്ങോട്ട് വന്നില്ല. കാരണം ആ ഫുഡിന്റെ ആ ഒരു ഓളം അങ്ങോട്ട് കഴിഞ്ഞു പോയി. ഇപ്പൊ ഇല്ലേ, എത്രയോ ഹോട്ടലുകളൊക്കെ അപൂർവം ഹോട്ടലുകളാണ് നിലനിന്ന് പോകുന്നത്. അവിടെയും ഒരേ ടേസ്റ്റ് ആണെന്നുള്ള പരാതിയായി തുടങ്ങി ഇപ്പൊ. എന്താണ് പുതിയ സാധനം, അത് പരീക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. അതുപോലെ തന്നെ ഈ മോട്ടിവേഷൻ രംഗത്തും കൗൺസിലിംഗ് മേഖലകളിലും പുതിയ പുതിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പോഴാണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ, ആക്സിസ് ബാർ, ട്വിൻ ഫ്ലെയിം, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള. ശരിക്കും ഈ ഒരു ടൂളിന്റെയും ആവശ്യം മനുഷ്യനില്ല. നമ്മുടെ ഈ മാനവ തന്ത്രജ്ഞാനം അല്ലെങ്കിൽ ഹ്യൂമൻ ടെക്നോളജി എന്ന് പറയുന്ന ബിയോണ്ട് മായക്കപ്പുറമുള്ള ഒരു ലോകത്തെ കാണാൻ മനുഷ്യന് ഈ ഒരു ടൂളിന്റെ ആവശ്യമില്ല. വെറും ഒരു തിരിച്ചറിവ് മാത്രം മതി, ഒരു സെക്കൻഡ് നേരത്തെ തിരിച്ചറിവ്. അതോടുകൂടി സകല കൂടോത്രങ്ങളും അവന് ക്യാൻസലായി, സകല മന്ത്രവാദങ്ങളും അവനെ വിട്ടൊഴിഞ്ഞു, സകല അസുഖങ്ങളും, സകല ടെൻഷനുകളും, സകല ഡിപ്രഷനും ആങ്സൈറ്റിയും എല്ലാം അവനെ വിട്ടൊഴിഞ്ഞു പോകും. ഒറ്റ കാര്യമുള്ളൂ, അവൻ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയും. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പിന്നെ അവന് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാനിപ്പോ സത്യം പറഞ്ഞ ലാസ്റ്റ് 6 months ആയിട്ട് എനിക്ക് അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. ഒരസുഖം ചുമയില്ല, ജലദോഷമില്ല, പനിയില്ല, ഒരിടത്തൊരു വേദന. അതിന് മുമ്പ് ബോഡി പെയിൻ വന്നുകൊണ്ടിരുന്നു. ബോഡി പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ഒന്നുമില്ല, വേദനകളില്ല, മെന്റലി ഒരു പ്രശ്നമില്ല, ഫിസിക്കലി ഒരു പ്രശ്നമില്ല, സറൗണ്ടിങ്സ് മൊത്തം ഒരു പ്രശ്നമില്ല. പിന്നെ ആകെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ തന്നെ ചില സമയത്തൊന്ന് മറന്നു പോകും. അതെ, ലേശം ചെറുതായിട്ട് ചില സമയത്ത് കുറച്ച്. അത് സത്യത്തില് നമ്മൾ ആരെയാ മറക്കണത്? നമ്മളെ തന്നെയല്ലേ മറക്കണേ. അതായത് നമ്മുടെ മായയാണ് മായ മറക്കുന്നു. അതായത് വാഹനം നമ്മൾ മറന്നു പോകുന്നു, നമ്മുടെ ശരീരത്തെ നമ്മൾ മറന്നു പോകുന്നു, നമ്മുടെ ബോധത്തെ മറന്നു പോകുന്നു, ചിന്തകളെ മറന്നു പോകുന്നു. ചില സമയത്ത് ഒരു ഗ്യാപ്പ് വന്നില്ലേ? അതെ, നന്നായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സംഭവിച്ചു, സ്കൂട്ടർ മറന്നു വെച്ചു. ഞാൻ ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്ത് ബാഡ്മിന്റൺ കളിക്കാൻ പോകണ്ട് രാത്രി. അപ്പൊ വണ്ടിയിലാ പോയത്. ഞാൻ ലാപ്ടോപ്പ് ഒക്കെ ഡിക്കിക്കകത്ത് വെച്ചാണ് പോയത്. തിരിച്ചു വന്ന വഴിക്ക് നടന്ന് ഞാൻ വന്നേ. വീട്ടിലെത്തിയപ്പോൾ അറിഞ്ഞത് വണ്ടിയോട് വെച്ചു. എല്ലാരും കളിയാക്കി, പക്ഷെ നമുക്കെല്ലാം അതിന്റെ അർത്ഥം അറിയുള്ളൂ ശരിക്കുള്ള എന്താണെന്ന്. അത് ഗ്രൗണ്ടിങ്ങിന്റെ ഒരു പ്രശ്നമാണ്. അത് നമ്മൾ പറന്നു പോകാതെ സൂക്ഷിക്കും. ഈ ഹ്യൂമൻ ടെക്നോളജി പഠിക്കുമ്പോ എല്ലാവർക്കും ഉള്ളതാണത്. അതായത് നമ്മളെല്ലാം മറക്കുവാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങള് മുമ്പൊക്കെ നമ്മൾ എന്നായിരുന്നു ചെയ്തോണ്ടിരുന്നത്, എല്ലാം അറിഞ്ഞ് ഓർത്തു വെക്കാനാണ് നമ്മൾ ശ്രമിച്ചോണ്ടിരുന്നത്, അല്ലേ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഓർത്തു വെക്കാൻ ശ്രമിക്കണ്ടോ? ഇല്ല. നമ്മളെല്ലാം വിടുവാണ്. ഇത് എത്ര വേഗം മറക്കണം അത്ര നമ്മുടെ കർമ്മയുടെ എഫക്ട് കുറയില്ലേ? 100%. അപ്പൊ ഈ പാസ്റ്റിൽ നടന്ന കാര്യം ഞാൻ ഓർക്കണേ ഇല്ല. അപ്പൊ ഞാൻ ഇത് ചെയ്തായിട്ട് ഓർക്കാനേ പാടില്ല. അപ്പൊ നമ്മൾ ചെയ്തിട്ടില്ല. കാരണം അത് തിരിച്ചു വാങ്ങുന്നില്ല. അതെ, ചെയ്ത അപ്പൊ അടുത്ത സെക്കൻഡ് തന്നെ ഞാൻ മറക്കണ്ട്. ചില എന്ത് കാര്യങ്ങളാണല്ലോ. ഇപ്പൊ ഫുഡ് കഴിക്കാൻ ഇപ്പൊ ലാപ്ടോപ്പ് ഇങ്ങനെ അടച്ചിട്ട് അവിടെ നിൽക്കുമ്പോ തന്നെ ഇതിന് മറന്നു പോകും. അപ്പൊ ശരിക്കും നല്ലതാണ്. പക്ഷെ അത് ചിലവർക്ക് മനസ്സിലാവില്ല. എന്റെ സറൗണ്ടിലുള്ള പകുതി പേരും കളിയാക്കൽ തന്നെയാ, മറന്നുപോയാ നീ മറന്നുപോയി. പക്ഷെ അവർക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, ഇത്ര വലിയ കാര്യം എങ്ങനെയാ മറക്കണെന്ന്. കാരണം ഞാൻ അവിടുന്ന് 5 കിലോമീറ്റർ ദൂരം നടന്ന് വീട് വരെ എത്തി. പക്ഷെ അത്രയും വലിയ കാര്യം നമുക്ക് വലുതല്ലാതെ. അത് ശരിയാ. പക്ഷെ അവർക്ക് അത് വലുതായിട്ടാണ് തോന്നണേ. അവരങ്ങനെയാണ് അത്. നമ്മുടെ സ്റ്റുഡൻസ്, നമ്മളെ
കൂടെ സഞ്ചരിക്കുന്നവരൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായി. അവര് പലപ്പോഴും കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതൊന്നും ഓർത്തിരിക്കുന്നില്ല. അവർക്ക് ഇത്രയും വലിയ മറവിയൊന്നുമില്ല. അശ്വിന്റെ അത്രയും വലിയ മറവിയൊന്നും സ്കൂട്ടർ നടന്നു വെച്ചിട്ട് 4 കിലോമീറ്റർ 5 കിലോമീറ്റർ നടന്ന മറവിയൊന്നും അവർക്കില്ല. പക്ഷെ അങ്ങനെ മറവിയുള്ള ആളുകളുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഓർക്കാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനെയാണ് നിങ്ങൾ ഓർക്കാൻ ശ്രമിക്കുന്നത്? മനുഷ്യന്റെ കഴിഞ്ഞുപോയ വ്യാകുലതകള് ആണ് നമ്മൾ ഓർക്കാൻ ശ്രമിക്കുന്നത്. ശരിക്കും അത് നമുക്ക് ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല ശരിക്കും. വരാൻ പോകുന്ന ആകുലതയും നമുക്ക് ആവശ്യമില്ല. അത് രണ്ടും നമ്മൾ ഓർക്കണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ മറവി എന്ന് ന്യൂട്രലായിട്ട് പറയുന്നത് നിക്കണേ, ന്യൂട്രലായിട്ട് നിൽക്കുന്നത്. നടുക്ക് നിക്കണേ. അതായത് നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കയ്യിലല്ല. ഈ ലോകം മുഴുവൻ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലല്ലേ ചലിക്കുന്നത്. നമ്മുടെ ശരീരം എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? നമ്മൾ പ്രവർത്തിപ്പിച്ചിട്ട് ഒരു എഞ്ചിൻ വെച്ച് അല്ലല്ലോ. ഓട്ടോമാറ്റിക് രാവിലെ എഴുന്നേക്കുന്നത് ഓട്ടോമാറ്റിക് ഓട്ടോ ഡ്രൈവ് അല്ലേ? നമ്മുടെ നഖം വളരുന്നത് ഓട്ടോ ഡ്രൈവ് ആണ്. താടി മീശയും വളരുന്നത് ഓട്ടോ ഡ്രൈവ് ആണ്. കണ്ണ് കാണുന്നത് ഓട്ടോ ഡ്രൈവ് ആണ്. ഇതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആർട്ടിഫിഷ്യലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ കാര്യങ്ങളല്ലേ ഉള്ളൂ. നമ്മുടെ ഓർമ്മകളിൽ നമ്മൾ ആർട്ടിഫിഷ്യലി എത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത്? എക്സ്ട്രാ കയറ്റിക്കൊണ്ടിരുന്നു. നാച്ചുറലി വരുത്തലും. ശരിക്കും ഡീടോക്സിക്കേഷൻ എന്നൊക്കെ പറയാൻ വേണ്ടി. അതാണ് ആ ഓർമ്മകള് നമ്മള് എന്തിനെയാണ് നമ്മൾ ഓർത്തിരിക്കുന്നത് ശരിക്കും? അല്ലേ? ആവശ്യമില്ല ശരിക്കും. ശരിക്കും നമ്മൾ എന്താണ് ഓർത്തിരിക്കേണ്ടത് ഇവിടെ? നമ്മളെപ്പോഴും ന്യൂട്രൽ സ്റ്റേറ്റിലായിട്ട് ഇങ്ങനെ ലോക്കായിട്ടൊരു പാസ്റ്റിന്റെയും ഫ്യൂച്ചറിന്റെ നടുക്ക് പ്രസന്റിൽ ജീവിക്കണം. അതായത് പോസിറ്റീവിനും നെഗറ്റീവിനും ഇടയിലുള്ള ഒരു വൻ പവർ ഉണ്ട്. 0 എന്ന് പറഞ്ഞാൽ ശൂന്യത എന്നല്ല അർത്ഥം. മോസ്റ്റ് പവർഫുൾ എന്നാണ്. കാരണം നെഗറ്റീവിനെ ഗൈഡ് ചെയ്യുന്ന അതിനെ മാനേജ് ചെയ്യുന്ന ഒരു ലൈൻ, ബാലൻസിങ് ലൈനാണ്. അവിടെ നമുക്ക് ത്രാസ് ബാലൻസ് ആവുകയാണ്. അവിടെ നമുക്ക് നന്മകളുടെ ഭാരമില്ല, തിന്മകളുടെ ഭാരമില്ല. തിന്മകളുടെ ഭാരം നമ്മൾ അവിടെ ചുമക്കുന്നില്ല. മറ്റ് നന്മകളുടെ ഭാരം ചുമക്കുന്ന സമയത്ത് നമുക്ക് വ്യവഹാരം ഉണ്ടാവും. തിന്മകളുടെ ഭാരം ചുമക്കുന്ന സമയത്ത് അതിനേക്കാൾ ഇരട്ടി വ്യവഹാരം ഉണ്ടാവും. പോസിറ്റീവ് കർമ്മയ്ക്കും നെഗറ്റീവ് കർമ്മയ്ക്കും രണ്ടിലും ഉണ്ട് എഫക്ട് ഉണ്ട്. ഇത് നമ്മുടെ ഈ കാര്യത്തിൽ ഇപ്പോ ഈ സഫറിങ്ങിനെ പറ്റി സ്പിരിച്വലി വ്യൂയിങ് എന്താണ്? റീബർത്തിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടാവുമല്ലോ. കാരണം പലരും പറയും ഞാനൊരു തെറ്റും ചെയ്യാനുള്ള, ഞാൻ മഹാപാവാണ്, പക്ഷെ എനിക്ക് ഈ കഷ്ടപ്പാടുകൾ മുഴുവൻ വന്ന എന്തിനാണ്? ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അത് ശരിക്കും അവർക്ക് അവരുടെ പാസ്റ്റ് അറിയില്ല എന്നുള്ളതാണ്. ഈ പാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് സെമിറ്റിക് ആയിട്ടുള്ള മതങ്ങളൊക്കെ അവരുടെ ആ ഒരു ധർമ്മത്തിൽ ശരിയായൊരു പഠനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ചും സെമിറ്റിക് മതങ്ങൾ എന്ന് പറയുമ്പോൾ അറിയാലോ, ജൂയിഷ്, ക്രൈസ്തവ, മുസ്ലിം, അബ്രഹാമിക് മതങ്ങളാണ്. ശരിക്കും അവരുടെ ആ ഒരു ആശയങ്ങളിൽ ഗഹനമായൊരു പഠനം നടത്താൻ ഇവരാരും റെഡിയല്ല. കാരണം ഇപ്പൊ ഈ ഒരു വഴിയിലോട്ട് ഒരാൾ തിരിയാന്ന് പറഞ്ഞാൽ വലിയ വെല്ലുവിളിയാ. അവരെന്ത് ചെയ്യും? ഇതിലോട്ട് തിരിയുമ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഓർമ്മകളും ഇതെല്ലാം അറിഞ്ഞ അറിവുകളും ഒക്കെ ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോ പെട്ടെന്നൊരു ഭയം തോന്നും. അപ്പൊ അവരെന്ത് ചെയ്യും? തിരിച്ചു പോയിട്ട് ഈ മന്ത്രത്തിലോ തന്ത്രത്തിലോ യന്ത്രത്തിലോ അവര് ആ പഴയതിൽ പോയിട്ട് സമാനായി എന്ന് പറഞ്ഞിട്ടൊന്ന് ഓതി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വന്ന് എന്തെങ്കിലും ഒരു കൂടോത്രം മന്ത്രവാദം ചെയ്ത്, അല്ലെങ്കിൽ എല്ലാം കൂടോത്രം മന്ത്രവാദമാണ്. മന്ത്രം കൊണ്ട് നടത്തുന്നതെല്ലാം മന്ത്രവാദമാണ്. നമ്മൾ ഏത് മന്ത്രം, അതിപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള മന്ത്രം ഉപയോഗിച്ചാലും നെഗറ്റീവ് ആയിട്ടുള്ള മന്ത്രം ഉപയോഗിച്ചാലും ഉപയോഗിക്കുന്നത് മന്ത്രമാണ്. അവിടെ ഒരു ടൂള്, ദൈവത്തിന് പകരം നമ്മളൊരു ടൂൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? പിന്നെ ഒരു കണ്ടീഷൻ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ദൈവിക സിസ്റ്റത്തിന് പകരം നമ്മൾ അവിടെ ഒരു ടൂൾ, മന്ത്രം എന്നൊരു ടൂൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ ആ മന്ത്രം ഉപയോഗിക്കാൻ പറ്റാത്തവന്റെ അനീതിയായി പോയില്ലേ? അതായത് ഇന്ന മന്ത്രം ചൊല്ലിയാൽ നിനക്ക് കോടികൾ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവിടെ അനീതി പ്രവർത്തിക്കുകയാണ്, അല്ലേ? കണ്ടീഷൻ സെറ്റ് ചെയ്യാണ് അവിടെ. ഇന്ന മന്ത്രം അറിയാൻ പാടാത്തവൻ എന്ത് ചെയ്യും? എത്ര പഠിച്ചിട്ടും ഇത് പഠിക്കാൻ പറ്റാത്തവൻ എന്ത് ചെയ്യും? കാണാപാഠം പഠിക്കാൻ നോക്കി. വേറെ ഏതെങ്കിലും ഭാഷയിലും ആയിരിക്കും, ഒന്നുമില്ല സംസ്കൃതം ആയിരിക്കും, ഇല്ലെങ്കിൽ അറബി ആയിരിക്കും, ഇല്ലെങ്കിൽ ഹീബ്രു ആയിരിക്കും, ഇല്ലെങ്കിൽ ഇതൊന്നും അല്ലാത്ത വേറെ ഏതെങ്കിലും ഈ ആദിവാസി ഗ്രീക്കൊക്കെ ആയിരിക്കും. ഇത് പഠിക്കാൻ ശ്രമിക്കുന്നവനെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അവനോട് ദൈവം അനീതി കാണിക്കുകയല്ലേ അവിടെ? അത് ചിന്തിക്കണല്ല. അവര് പോയിട്ട് ഇതിൽ പിടിക്കും. അപ്പൊ ഇതെല്ലാം വിട്ടവന് മാത്രമേ യഥാർത്ഥ ജ്ഞാനം ദൈവം കൊടുക്കുകയുള്ളൂ. അതാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനും യേശുവും മോശയും മുഹമ്മദ് നബിയും പഠിപ്പിച്ചത്.
അവര് നായകന്മാരല്ലായിരുന്നു. അത് നിങ്ങൾക്കറിയാവോ? അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഇവരാരും നായകന്മാരല്ല, ഇവരെല്ലാം വില്ലന്മാരായിരുന്നു. അതൊരു പറയുമ്പോ നിങ്ങൾ തീരുമാനം. ആരും തെറ്റിദ്ധരിക്കരുത്. അതൊരു ആ wrong ആയിട്ട് സമൂഹം എടുക്കരുത്. അതിനൊരു റോങ് explanation ആയിട്ടിരിക്കരുത്. ആ സമൂഹത്തിലെ വില്ലന്മാരായിരുന്നു ഇവര്. ഖുറൈശി ഗോത്രത്തിന്റെ ഏറ്റവും വലിയ വില്ലൻ ആരായിരുന്നു? ആരായിരുന്നു? മുഹമ്മദ്. അല്ലേ? കാരണം അത് അവരുടെ തന്നെ ഗോത്രാണത്. അതെ. പക്ഷെ അവര് തന്നെ ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. ആ നാട്ടിലെ മുഴുവൻ ആളുകളും തിരിഞ്ഞു. ശ്രീകൃഷ്ണനെതിരെ കൗരവപ്പട മുഴുവൻ മുഴുവൻ എത്രയോ എല്ലാരും ആ മറുവശത്തായിരുന്നു. ശ്രീരാമനെതിരെ രാമനും ലക്ഷ്മണനും സീത മാത്രം നാട് മുഴുവൻ, അതായത് എങ്ങനെ ഈ വനവാസത്തിന് അയക്കാൻ പറഞ്ഞു. യേശുവിനെതിരെ ജൂയിസ് ഇത് മൊത്തം യേശുവിനെതിരെയാണ്. ഇന്നും അന്ന് മുതൽ ഇന്ന് വരെ യേശുവിനെതിരെയാണ്. അപ്പൊ അവര് നായകന്മാരായിരുന്നില്ല അവിടെ, അവർ പ്രതിനായകൻ വില്ലന്മാരായിരുന്നു. നായകൻ എന്ന് പറഞ്ഞ ആരാ? ശരിക്കും നായകനാണ് സാത്താൻ. ഡൗട്ട് ഉണ്ടോ? ഇല്ല, അത് നല്ലൊരു കോൺസെപ്റ്റ്, അത് മനസ്സിലാവുന്നുണ്ട്. വില്ലൻ ആരാണ്? വില്ലനാണ് ദൈവം. നമ്മളോട് ദൈവത്തിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് മുഴുവൻ സാത്താന്റെ ഗുണങ്ങളെയാ. അതെ, അതൊരു പോയിന്റാ. അല്ലേ? അതെ. അതായത് ഇപ്പൊ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഒരു മുടി പുറത്ത് കണ്ടു കഴിഞ്ഞാൽ കരിച്ച് കത്തിച്ച് കളയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും തീന്ന് രക്ഷപ്പെടാതെ തന്നെ കമ്പിൽ കോർത്ത് തന്തൂരി ആക്കുന്നത്. പിന്നെ തിളച്ച വെള്ളം വായിക്കടെ കോരി ഒഴിച്ചു തരുന്നു. സത്യത്തിൽ ഈ പണിയൊക്കെ ചെയ്യുന്നത് ദൈവമാണോ? അല്ല, പിശാചല്ലേ? എന്നിട്ട് നമ്മോട് പറഞ്ഞു വെച്ച് പഠിപ്പിച്ചേണ എന്തെന്നാണ്? ദൈവമാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചാണ്. എന്തൊരു മണ്ടത്തരാ അത്. നരകത്തിൽ ദൈവമായിട്ട് കരിക്കും. ഈ പണി മുഴുവൻ ഈ മനുഷ്യനെ ക്രൂരതയിലേട്ടും നാശത്തിലേട്ടും തള്ളിവിടുന്നത് മുഴുവൻ പിശാചാണ്. പക്ഷെ പറഞ്ഞു വെച്ചേക്കണ എന്താണ്? ദൈവമാണ്. അപ്പോ പിശാച് എത്ര ബുദ്ധിമാനാണെന്ന് ചിന്തിക്കണം. ഈ ധർമ്മങ്ങളെ മുഴുവൻ വളച്ചൊടിച്ച് ദൈവം ഒരു പരീക്ഷിക്കുന്ന ഒരാളാണ്, ഒരു ന്യായാധിപനാണ്, ജഡ്ജാണ് എന്ന് വരുത്തി തീർത്താരാണ്? ഈ പൈശാചികമായ മനുഷ്യന്റെ ബോധമാണ്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കണ്ടേ. ടാപ്പ് നേരെ തിരിച്ചാ വച്ചേക്കണം. നമുക്കറിയാൻ പാടില്ലാത്തതാണ് സംഭവം. നേരെ തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. സത്യത്തില് വില്ലനാണ് യഥാർത്ഥ നായകൻ, വില്ലനാണ് ദൈവം. എന്നിട്ട് ഈ പിശാചിന് എല്ലാ ഗുണങ്ങളും കൊടുത്തേക്കുക. പിശാച് എങ്ങനെയാണ്? അവന് നല്ല കുടിക്കാം, നല്ല സ്ത്രീകളൊത്ത് ഇത് ചെയ്യാം, അവന് അപ്പൊ എങ്ങോട്ട് അട്രാക്ട് ആവും നോർമലി മനുഷ്യൻ? അപ്പൊ നിരീശ്വരവാദം ഉണ്ടായ എങ്ങനെ? അവനെല്ലാ സുഖങ്ങളും. ദൈവവിശ്വാസിയ ഒരു സുഖവും ഇല്ലാതെ നരകയാതന അനുഭവിക്കും. ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങള്. നേരെ തിരിച്ചിരിക്കുകയാണ് ബാലൻസ്. ഇതുകൊണ്ട് ഈ ലോകത്ത് രണ്ട് വിഭാഗമേ ഉള്ളൂ. ഒന്ന് ദൈവത്തെ അംഗീകരിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ, മറ്റത് ദൈവത്തെ നിരാകരിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ. എന്നാൽ ഈ നേരായ ഒരു പാതയുണ്ട് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ. ഈ നേരായ പാത സഫറിങ്സ് ഇല്ലാത്ത പാതയാണ്. അതാണ് ഹ്യൂമൻ ടെക്നോളജി, അതാണ് മാനവ തന്ത്രജ്ഞാനം. അതാണ് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെയും നമ്മുടെ ഈ ചാനലിലൂടെയും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് കാണാം, അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് വെച്ച് കാണാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി ചർച്ച ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഞങ്ങൾ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് സെലക്ട് ചെയ്ത് അതിന്റെ ഒരു തീർച്ചയായും ചെയ്യാവുന്നതാണ്. അതെ. അപ്പൊ എല്ലാവർക്കും നന്ദി. ലിവിങ് ഇൻ പീസ്. ഓക്കെ, അതെ, ബൈ.